നമസ്കാരം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും മൂർച്ഛിക്കുന്നതിന്റെ സൂചനയായി ടെഹ്റാനിൽ ട്രംപിനെതിരെ കടുത്ത ഭീഷണിയുമായി കൂറ്റൻ പരസ്യ ബോർഡുകൾ എത്തിയിരിക്കുകയാണ്. സെൻട്രൽ ടെഹ്റാനിലെ ജോംഹാരി തെരുവിൽ സ്ഥാപിച്ചിരുന്ന ഭീമാകാരമായ പരസ്യ ബോർഡിൽ പ്രതികാരം അനിവാര്യമെന്നാണ് പേർഷ്യൻ, ഇംഗ്ലീഷ് ഭാഷകളിൽ ബോൾഡ് അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത്. രക്തചുവപ്പ് വെച്ച പശ്ചാത്തലത്തിൽ ട്രംപിന്റെ കഴുത്തിൽ ഒന്നിലധികം കൈകൾ ഒരേ സമയം ഞെക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് ഈ ബോർഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ സംഭവം. അതായത് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സാഹചര്യം നാൾക്കുനാൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഈ കൂറ്റൻ പരസ്യ ബോർഡുകൾ ഉയർന്നിരിക്കുന്നത് എന്ന കാര്യമാണ് ശ്രദ്ധേയം. ട്രംപിനെതിരെ ഇറാൻ പ്രതികാരം ചോദിക്കുവാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന നിരവധി ഉപതലക്കെട്ടുകളും ഈ ബോർഡിലുടനീളമുണ്ട്. മിനാബിലെ കുട്ടികൾക്കായി, മണ്ണറകളിൽ ബാക്കിയായവർക്കായി, ഡെന യുദ്ധക്കപ്പലിൽ വീരമൃത്യു വരിച്ചവർക്കായി, ലെമേഡിലെ രക്തസാക്ഷികളുടെ നീതിക്കായി, തകർന്നു വീണ ഭവനങ്ങൾക്കായി, 14 മാസം പ്രായമുള്ള ചെറിയ സഹറയ്ക്കായി തുടങ്ങിയ വൈകാരികവും ശക്തവുമായ വരികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്തരിച്ച ഇറാനിയൻ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ സ്മരണാഞ്ജലിക്ക് പിന്നാലെയും അമേരിക്ക വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലും സമാന രീതിയിലുള്ള മറ്റു ബോർഡുകളും ടെഹ്റാനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. കോൺക്രീറ്റ് ബാരിയറുകൾ കൊണ്ട് നിർമ്മിച്ച കറുത്ത പെട്ടിയിൽ ട്രംപിനെ കിടത്തുന്നതും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മുൻ ബോർഡുകളും വലിയ രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇറാനിലെ ഔദ്യോഗിക സംവിധാനങ്ങളുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത്തരം പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. ആഭ്യന്തരമായ എതിർപ്പുകളെ അടിച്ചമർത്താനും അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന്റെ ഐക്യം പ്രൊജക്ട് ചെയ്യുവാനും ലക്ഷ്യമിട്ടുള്ള ഒരു മനഃശാസ്ത്ര യുദ്ധോപകരണമായാണ് ഭരണകൂടം ഇതിനെ ഉപയോഗിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ ഏറെ ഉത്കണ്ഠയോടെ വീക്ഷിക്കുന്ന ഈ പുതിയ പ്രകോപനപരമായ നീക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ സങ്കീർണമാക്കുമെന്ന കാര്യം വ്യക്തം. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനയ്ക്കു നേരെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് കടുത്ത സൈനിക തിരിച്ചടി നൽകുമെന്ന മുന്നറിയിപ്പാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. ഇറാനെതിരെ അതിരൂക്ഷമായ വാക്കുകളിലാണ് ട്രംപിന്റെ പ്രതികരണം എത്തിയത്. എന്തായാലും ആക്രമണത്തിനു ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ട്രംപ് കടുത്ത പ്രതികരണം നടത്തിയത്. അമേരിക്കൻ സേന ഇറാനെ കഠിനമായി ആക്രമിക്കുമെന്നും ശക്തമായ പ്രഹരം അവർക്ക് നേരിടേണ്ടി വരും എന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച അമേരിക്കൻ സമയം വൈകിട്ട് 5:45 ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജോർദാനിലെ US സൈനിക താവളത്തിനു നേരെ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചത് അപ്രതീക്ഷിത ആക്രമണം നടത്തിയത്. മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ US സൈന്യം അവ പൂർണ്ണമായും തകർത്തെറിഞ്ഞു. ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് US സെൻട്രൽ വ്യക്തമാക്കുന്നത്. റിയൽ ടൈമിൽ മിസൈലുകളുടെ കോർഡിനേറ്ററുകൾ കൃത്യമായി പരിശോധിച്ച് ലക്ഷ്യത്തിലെത്തും മുമ്പേ തകർത്തതായാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ വിഷയത്തിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിന് മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. 2 ആഴ്ച തുടർന്നിരുന്ന സൈനിക നീക്കങ്ങൾ അമേരിക്ക താൽക്കാലികമായി നിർത്തിവെച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ നീക്കം. ഇതിനിടെ ഇറാഖിലെ പ്രോ ഇറാനിയൻ മിലിഷ്യൻ ഗ്രൂപ്പുകൾ നേരെയും US-ഉം സൗദിയും സംയുക്തമായി നടത്തിയ ആക്രമണങ്ങളെ ട്രംപ് ന്യായീകരിക്കുകയും ചെയ്തു. ഇത്തരം മിലിഷ്യകളെ ലോകത്തിന് ഭീഷണിയായ അർബുദം എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. കടുത്ത സൈനിക നിലപാടുകൾക്കൊപ്പം തന്നെ ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുമെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ചർച്ചകൾക്ക് വഴിവെക്കുമോ, അതായത് വീണ്ടും ഇനിയൊരു കടുത്ത യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.